പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം കൂടെ നിൽക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഈ സമയത്ത് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് തങ്ങളുടെ നിയോഗങ്ങൾ ഈശോയോടൊന്ന് പറയുക. ദൈവം നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ വ്യക്തി ജീവിതം ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ വ്യക്തി ജീവിതം നിറയണം. ഒന്നാമത്തെ നിയോഗമായി, ആഗ്രഹമായി സമർപ്പിക്കുക. നിങ്ങൾ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരുണയും കാരുണ്യവും കടന്നു വന്ന് അത്ഭുതകരമായിട്ട് ഇടപെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളില്ലേ? ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ചില കുറവുകളാകാം, ചില പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങളാകാം, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മുറിവേറ്റ് നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. എല്ലാ വ്യക്തിയുടെ അടുത്തടുക്കാൻ ഭയമാണ്. അടുത്തവരെന്നെല്ലാം ഒത്തിരി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കിട്ടിയത്. ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആത്മാവിന്ന് മുറിവേറ്റൊരാത്മാവസ്ഥയിലാണോ നീ നിൽക്കുന്നത്? സങ്കടങ്ങളുടെ മനുഷ്യനെന്നാണോ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ തന്നെ വിലയിരുത്തിയിരിക്കുന്നത്? ഒരു പിടി പരാജയങ്ങളുടെ മധ്യേ പകച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണോ നീ? നിൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പ്രാർത്ഥനകളെ ഉയർത്തുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. മക്കൾക്ക് വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കുക. ധാരാളം പേര് വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ ജീവിതങ്ങളുണ്ട്. തോരാത്ത കണ്ണുനീരിൻ്റെ ഉടമയാണോ നീ എന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. രോഗപീഠകൾ സമർപ്പിക്കുക. കുടുംബത്തിലുള്ള വഴക്കിൻ്റെ കാരണങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, അധ്വാനിച്ചിട്ടും പുരോഗതിയില്ലാത്ത അവസ്ഥയാണോ? മനം മടുത്തുപോയോ? നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയോ? ജീവിതത്തെ വെറുത്തു തുടങ്ങിയോ? യേശു നിനക്കൊരു പുതിയ ജീവിതം നൽകും. ഒരു ഉദ്ധാനത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. നീയോ ഒരു പുതിയ വ്യക്തിയായി തീരും. നീയോ ദൈവത്തിന്റെ ശക്തനായ ഒരു ഉപകരണമായി നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. രണ്ട് കരമുയർത്തി ജീവിതത്തിന്റെ പരാജയങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, ഓർമ്മകൾ, നിരാശകൾ, രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, ജീവിത പരാജയങ്ങൾ, കടഭാരങ്ങൾ, ബിസിനസ് തകർച്ചകൾ എല്ലാം കൊടുത്ത് യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. ചേർന്ന് പാടാമോ? ഹൃദയം നുറങ്ങി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. പരിശുദ്ധ കത്തോലിക്ക സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിരുന്ന് നമുക്ക് വലിയ സ്നേഹത്തോടുകൂടി നമ്മുടെ സഭയെ, തിരുസഭയെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞങ്ങൾ ഉയർത്തുന്നു. എല്ലാ കർദിനാൾമാരെയും, മെത്രാന്മാരെയും, വൈദികരെയും, സന്യസ്തരെയും, ആത്മായ ശുശ്രൂഷകരെയും, എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ രാത്രിയിൽ കർത്താവെ അവിടുത്തെ ആശീർവാദത്തിനായി, അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവെ, സഭ ഈ നാളുകളിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ഈശോയെ അവിടുന്ന് കാണണമേ. കർത്താവെ, സഭ അനുഭവിക്കുന്ന അവഹേളനങ്ങളും
സഭ അനുഭവിക്കുന്ന നിന്ദനങ്ങളും കർത്താവെ അവിടുന്ന് കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, നമുക്ക് നമ്മുടെ ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭയെ, ഈശോയുടെ ഭൗതിക ശരീരമായ തിരുസഭയെ വലിയ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. സഭയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പുതു പെന്തക്കോസ്തായിലേക്ക് സഭയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പുതുശക്തി സഭയിൽ വെളിപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകകളെ, നമ്മുടെ വൈദികരെ, സന്യസ്തരെ എല്ലാവരെയും സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാം. എല്ലാ യുവജനങ്ങളെയും നമുക്ക് കൊടുക്കാം. കുഞ്ഞു മക്കളെ നമുക്ക് സമർപ്പിക്കാം. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സഭ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. തിരുസഭയെ, തിരുസഭയെ ഉണരുക നീ വേഗം. തിരുസഭയെ, തിരുസഭയെ ഉണരുക നീ വേഗം. വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. യേശു വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. തിരുസഭയെ, തിരുസഭയെ ഉണരുക നീ വേഗം. തിരുസഭയെ, തിരുസഭയെ ഉണരുക നീ വേഗം. യേശു വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. യേശു വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമുക്ക് ഏറെ സ്നേഹത്തോടെ ലോകം മുഴുവനെയും കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കാം. 7 വൻകരകളായി 250-ലധികം രാജ്യങ്ങളായി 800 കോടിയോളം വരുന്ന മനുഷ്യകുലം, ഇനിയും യേശു ആരെന്നറിയാത്ത അനേക ജനതകൾ, അനേക ഗോത്രങ്ങൾ, വംശങ്ങൾ. പ്രിയമുള്ളവരെ, ഇനിയും യേശുവിനെ അറിയാത്തതുകൊണ്ട്, യേശുവിൻ്റെ വചനം എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് അന്ധകാരത്തിലും പാപത്തിലും അശുദ്ധിയിലും വീണ് കിടക്കുന്ന അനേക ആത്മാക്കൾ ഇന്ന് നാശത്തിൻ്റെ വഴിയിലൂടെയാണ്. യേശു എന്ന നാമം കേൾക്കാത്തത് കൊണ്ട്, യേശുവിൻ്റെ വചനം അറിയാത്തത് കൊണ്ട്, ഈ ലോകത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ രക്ഷ എന്തെന്നറിയാതെ, നിത്യജീവൻ എന്തെന്നറിയാതെ നാശകരമായ പാപത്തിൻ്റെ വഴിയിലൂടെ നിത്യ അന്ധകാരത്തിൻ്റെ വധയിൽ ചരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യാത്മാക്കളുണ്ട്. നമ്മുടെ 2 കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് വിഘാതം നിൽക്കുന്ന നിയമങ്ങൾ, രാഷ്ട്ര സംഹിതകൾ മാറ്റിമറിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന്റെ വാതിലുകൾ ലോകം മുഴുവൻ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ വചനം ലോകം മുഴുവൻ കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവ് ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുവാൻ അനേക സുവിശേഷ ശുശ്രൂഷകർ ഈ രാത്രി പുതു അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുവാൻ അത്ഭുതകരമായ ഒരു അഭിഷേകം ലോകം മുഴുവൻ ഇറങ്ങട്ടെ കർത്താവേ. ഇനിമേൽ ഒരാത്മാവ് പോലും യേശുവിനെ അറിയുവാൻ, യേശുവിനെ അറിയാതെ ഈ ലോകത്തിൽ വെച്ച് നഷ്ടപ്പെടാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നശിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിഘാതം നിൽക്കുന്ന നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രപതിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ അറിയാ, നിൻ സ്നേഹം നുകരാ, അവരിൽ നിറയണമേ, അവരിൽ നിറയണമേ. നിന്നെ അറിയാ, നിൻ സ്നേഹം നുകരാ, അവരിൽ നിറയണമേ, അവരിൽ നിറയണമേ. കർത്താവേ, അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ വലിയ സ്നേഹത്തോടെ
അവിടുത്തെ സ്വന്തം ശുശ്രൂഷയായ ഷാലോ മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നട്ടാം അവിടുന്ന് വളർത്തുന്ന ഈ ശുശ്രൂഷയെ രാത്രിയിൽ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ എടുത്തുയർത്തുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടുകൂടി ഷാലോം ശുശ്രൂഷകളെ നമുക്കൊന്നു ചേർന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനം ലോകം മുഴുവനും എത്തിക്കുവാനായിട്ട് വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവിനെ ലോകം മുഴുവനും കൊടുക്കുവാനായിട്ട് ഈശോ തെരഞ്ഞെടുത്ത, ഈശോ രൂപം കൊടുത്ത ഈ ശുശ്രൂഷയെ വലിയ സ്നേഹത്തോടെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഷാലോം നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോമിന്റെ വിവിധ ഓഫീസുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഈ രാത്രിയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് കൊടുക്കാം. ഷാലോം ടിവിയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്ന ശുശ്രൂഷകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഷാലോമിന്റെ കൺവെൻഷനുകളെയും ധ്യാന പ്രോഗ്രാമുകളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന് വേണ്ടി നടത്തുന്ന ഷാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഇവിടെ നടത്തുന്ന നൈറ്റ് വിജിൽ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ പൊതു ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അധ്വാനിക്കുന്ന, സമ്പത്ത് പങ്കുവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹകാരികളെയും അവരുടെ കുടുംബങ്ങളെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഷാലോം ശുശ്രൂഷയെ വലിയ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ വായനക്കാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഷാലോമിനെ സഹായിക്കുന്നവര്, ഷാലോം ടിവിയുടെ വിതരണ മേഖലകള് എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, പുതിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷ അവിടെ നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ചേർന്ന് പാടാം. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്കേറെ സ്നേഹത്തോടെ ഈശോയെ സ്വീകരിക്കാം. മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഏറ്റവും ആദരവോടെ ദിവ്യകാരുണ്യത്തെ നോക്കാം. ഈശോയെ നമുക്ക് സ്നേഹിക്കാം. ശിരസ് നമിച്ച് ആദരപൂർവ്വം നമുക്ക് ഈശോയെ വണങ്ങാം. ഇതാ സകല സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം, മനുഷ്യരുടെ ജീവനായി മാറിയ കാരുണ്യം ഈ ആൾത്താരയിൽ മഹത്വത്തോടെ ഇഴങ്ങി വന്നിരിക്കുന്നു. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി നമുക്ക് ആരാധിക്കാം. അവൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓ ജീവന്റെ അപ്പമായവനെ, ജീവന്റെ അപ്പമായവനെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനെ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും.
അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഈശോയെ നോക്കി ചേർന്ന് പാടാമോ? ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ, അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ നെഞ്ചോട് ചേർക്കാം, കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ ആശ്വാസവും എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമായവൻ ഇതാ ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായി നമ്മളിൽ അലിഞ്ഞു ചേരുവാൻ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്. അവനിലാണ് നമ്മുടെ ആശ്വാസം, അവനിലാണ് നമ്മുടെ പ്രത്യാശ. അവനാണ് നമ്മളെ വിളിച്ചത്, അവനാണ് നമ്മളെ വേർതിരിച്ചതും വിശദീകരിച്ചതും അവൻ്റെ സ്വന്തമാക്കി തീർത്തതും. അതേ പ്രിയപ്പെട്ടവരെ, നാം അവൻ്റെ മാത്രം സ്വന്തമാ. ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാ. രണ്ട് കരങ്ങളും അവൻ്റെ സന്നിലേക്ക് ഉയർത്തി അതരം തുറന്ന് ഒരിക്കൽ കൂടി യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാ, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാ. എന്നെ അവൻ വില കൊടുത്തു വാങ്ങിയതാ, എന്നെ അവൻ വില കൊടുത്തു വാങ്ങിയതാ. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാ. യേശുവേ, ഞാനങ്ങേ ആരാധിക്കുന്നു കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്നു നല്ല ദൈവമേ, ഞാനങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നന്ദി പറയുന്നു, സോയേ നന്ദി, സോയേ ആരാധന. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ഈശോയേ, ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. യേശുവേ,
സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ലലലലലലല. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ നോക്കിയൊന്ന് പാടിക്കേ. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും, അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തന പുസ്തകം 77 അധ്യായം 10 തിരുവചനം, അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഈ കാലയളവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ധൈര്യപൂർവം ദൈവവചനം പ്രഘോഷിച്ചു. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ രാത്രി അതിശക്തമായ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആരൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരും. എഫേസസ് 3:20 തിരുവചനം, നീ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ലൂക്ക 11:13 വചനം, നീ ചോദിക്കുമ്പോൾ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് നൽകത്തില്ലേ? നമുക്ക് 2 കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. ലോകം മുഴുവനുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ദൈവം മക്കളോട് ചേർന്ന്, ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന്, ശാലോം ടിവിയിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളുടെ കൂട്ടായ്മയിൽ കർത്താവേ, കവിഞ്ഞൊഴുകുന്ന അഭിഷേകം സകല വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും സമൂഹത്തിന് മേലും ഈ രാത്രി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അഭിഷേകം, കർത്താവിന്റെ ആത്മാവ് ചലിക്കട്ടെ. തകർന്ന വ്യക്തികളിലേക്ക്, നിരാശപ്പെട്ട ജീവിതങ്ങളിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക്, യുവതി യുവാക്കന്മാരിലേക്ക്, വൃദ്ധജനങ്ങളിലേക്ക്, രോഗികളിലേക്ക്, വേദനിക്കുന്നവർക്ക്, വിദ്യാർത്ഥികളിലേക്ക്, നിരാശപ്പെട്ടവരിലേക്ക്, മദ്യത്തിന് അടിമപ്പെട്ടവരിലേക്ക്, പാവക്കെട്ടുകളിലുള്ള മക്കളിലേക്ക് കർത്താവിന്റെ ആത്മാവ് ഈ രാത്രി ചലിക്കട്ടെ. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 ആത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവേ, ആത്മാവ് ചലിക്കട്ടെ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ
കുടുംബങ്ങളിലും ചലിക്കണമേ. എല്ലാ വ്യക്തികളിലും ചലിക്കണമേ. ചലിക്കട്ടെ. മാതാപിതാക്കളിൽ ചലിക്കണമേ. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാരിൽ ചലിക്കണമേ. ആമേൻ. യുവതലമുറയിൽ ചലിക്കണമേ. ബാലിക ബാലന്മാരിൽ ചലിക്കണമേ. ചലിക്കട്ടെ. ഗർഭസ്ഥ ശിശുക്കളിൽ നിറയണമേ. നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ. ഹല്ലേലൂയ, സ്തുതിച്ച് ഹല്ലേലൂയ, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കാലുകൾ ചലിപ്പിച്ച് നിങ്ങൾ ലോകത്തിൽ എവിടെയായിരുന്നാലും അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. കൂട്ടമായി കർത്താവിന്റെ അഭിഷേകം, extraordinary അഭിഷേകം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം പരിശുദ്ധാത്മാവേ വ്യാപരിക്കട്ടെ. ചലിക്കുക. നമുക്ക് എഴുന്നേറ്റ് നൽകാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ പുതുജീവനമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിൽ കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി എല്ലാവരും ചേർന്ന് ആരാധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരത്ഭുത അഭിഷേകമായി നമ്മളിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ്. എല്ലാവരും ചേർന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. ജീവിതം വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം, പരിശുദ്ധാത്മാവിന് വസിക്കാൻ യോഗ്യമായ ഒരു ജീവിതം, ആ പ്രകാരമുള്ള ഒരു ജീവിതത്തിനുള്ള അഭിഷേകം ചോദിച്ച് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. ആമേൻ. ആമേൻ. ഏലിയായുടെ ദൈവമേ അഗ്നി ഇറക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ചേർന്ന് പാടിക്കേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. കരമുയർത്തി കരമടിക്കാം. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. Glory. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. വീണ്ടും കരങ്ങളടിച്ച് വലിയ ഉണർവോടെ ആരാധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാവൂളിന്റെ മേൽ സ്വർഗം തുറന്നിറങ്ങിയ മിന്നലൊളി ഈ രാത്രി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു മിന്നലൊളി, ഒരു സ്പർശനം എനിക്കുണ്ടാവണം. ദൈവമേ, രണ്ട് കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. പാടുകേ. സ്നേഹന്മാർ എന്ന നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയാൽ എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയാൽ എന്നിൽ നിറയണമേ. കരമുയർത്തി കരമടിക്കാം. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. Glory. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ.
പരിശുദ്ധാത്മാവേ, അത്ഭുത അഭിഷേകങ്ങൾ വെളിപ്പെടട്ടെ, ആത്മാവിനെ അത്ഭുത വിളിച്ച് വിളിച്ച് ദൈവശക്തി വെളിപ്പെടട്ടെ. രോഗഗ്രസ്തമായ ശരീരങ്ങളിൽ ആത്മശക്തി പ്രവഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെല്ലാം അടച്ച് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മൾ കേട്ടു. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയില്ലേ. സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം 10-ാം തിരുലിഖിതം, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ കൊമ്പിനെ ഞാൻ ഉയർത്തും, അതിന്റെ മേലൊരു പുതിയ തൈലം ഞാൻ ഒഴിക്കും, ഫ്രഷ് ഓയിൽ. കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഏത് മേഖലയിലാണോ ബലഹീനതയുള്ളത് ആ മേഖലകളിൽ പരിശുദ്ധാത്മാവിനെ വിളിക്ക്. തകർന്ന കുടുംബ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്ക്. മദ്യാസക്തിയെ തകർക്കുന്ന ആത്മാവിന്റെ ലഹരി എനിക്ക് തരണം കർത്താവേ. ജഡത്തിന്റെ ബന്ധനമഴിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം തരണം കർത്താവേ. ഭിന്നതയുടെ അരൂപികൾ അഴിക്കണം, വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണം, യേശുവിനെ പ്രഘോഷിക്കാനുള്ള ആത്മധൈര്യം നൽകണം, പ്രാർത്ഥനയുടെ അഭിഷേകം ലഭിക്കണം. തളർന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ, നിരാശപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കട്ടെ. ഓ ആത്മാവേ, ആത്മാവേ ചലിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയും നീയേ, കോടും കാറ്റും നീയേ, പരിശുദ്ധാത്മാവേ, പെരുമഴ പോലെന്നിൽ ആത്മാവേ പെയ്തിറങ്ങണേ. Come, Holy Spirit. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാവ് ഒഴുകുക. പറന്നിറങ്ങി അനേക മക്കളെ സ്പർശിക്കുന്നു. ഓ, അഭിഷേകത്താൽ എന്നെ fresh oil anointing. നിറയ്ക്കണമേ, നിറയ്ക്കണമേ. നിറയ്ക്കണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ. പോരാ. അഭിഷേകം പരിശുദ്ധാത്മാവേ, 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 പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് കണ്ണുകളൊന്നടച്ച് കരങ്ങൾ കൂപ്പി ഏറെ ആദരവോടെ ഉള്ളിൽ നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ മുഴുകി കാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നിൽക്കാം. തോബിതിൻ്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം പറഞ്ഞു, അവൻ തൻ്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു, ശവക്കുഴികൾ മൂടിക്കളയുക, ശവക്കുഴികൾ മൂടിക്കളയുക. 16-ാമത്തെ വചനത്തിൽ രഘുവേലി പ്രകാരം പറഞ്ഞു, ഞാൻ ശങ്കിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല.
18 അവൻ പറയുകയാണ്, അവൻ്റെ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു, ശവക്കുഴികൾ മൂടിക്കളയുക. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ റഘുവേലിൻ്റെ പുത്രിയായ സാറ 7 വിവാഹങ്ങൾ കഴിഞ്ഞു. 7 വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഒരു തിന്മയുടെ ദുരാത്മാവ് 7 ഭർത്താക്കന്മാരുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഓരോ പ്രഭാതത്തിലും റഘുവേൽ എഴുന്നേറ്റ് ശവക്കുഴികൾ നിർമ്മിച്ച് ആ ഡെഡ് ബോഡി അടക്കം ചെയ്തു. അന്ന് അവരുടെ ദാസിമാർ അവളെ കളിയാക്കി. അവൾ ജനാല തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനിമേൽ അധിക്ഷേപം കേൾക്കുവാനിടയാകാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ, എൻ്റെ പ്രശ്നത്തിൽ നീ ഇടപെടണമേ. ആ നിലവിളി കേട്ട കർത്താവിൻ്റെ സന്നിധിയിലാണ് പ്രിയ സഹോദര സഹോദരി നീ ഇപ്പോൾ നിൽക്കുന്നത്. അവളുടെ ജീവിതത്തിൻ്റെ നിലവിളി അത്യുന്നതൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ദൈവം ഒരു പരിഹാരം നിശ്ചയിക്കുക. തോബിയാസിൻ്റെ മകൻ തോബിത്ത് അവൻ്റെ ജീവിത പങ്കാളിയായി ദൈവം നിശ്ചയിച്ചു. ആ രാത്രി പതിവ് പോലെ വിവാഹ രാത്രിയിൽ റഘുവേൽ ഭാര്യ ഭർത്താക്കന്മാർ മുറിയിൽ ഉറങ്ങുമ്പോൾ അവൻ രാത്രിയിൽ പോയി ഒരു ശവക്കുഴി തയ്യാറാക്കി. കുറച്ചു കഴിഞ്ഞ് രാത്രിയിൽ അവൾ തൻ്റെ ദാസിമാരെ പറഞ്ഞു വിട്ടു. അവൾ വന്ന് പറഞ്ഞു, നിന്റെ മോനും മോളും ഇതാ സുഖമായി ഉറങ്ങുന്നു. അവൻ തൻ്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു, ശവക്കുഴികൾ മൂടുക. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ പരാജയത്തിൻ്റെ ശവക്കുഴിയുടെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ കുടുംബത്തിലുമുണ്ടോ ഇതുപോലെ തോണ്ടിവെച്ചൊരു ശവക്കുഴി? എന്നെ കൊണ്ട് ഈ രോഗം എന്നെ കൊണ്ട് പോകുകയുള്ളൂ എന്ന് നീ നിശ്ചയിക്കുന്നു? ഈ കടഭാരം എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് നീ ചിന്തിക്കുന്നുവോ? എൻ്റെ മക്കൾ ഇങ്ങനെ അലസരായി, ജോലിയില്ലാതെ, വിവാഹം നടക്കാതെ, പ്രാർത്ഥനയില്ലാതെ അവർ അന്യം നിന്ന് പോകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ കരയുന്നുവോ? എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ ശവക്കുഴികൾ ഈ രാത്രിയിൽ മൂടുവാൻ ആജ്ഞാപിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ സവിധത്തിലാണ് നീ നിൽക്കുന്നത്. നിന്റെ രോഗങ്ങൾ, നിന്റെ തകർച്ചകൾ, കടഭാരങ്ങൾ, പരാജയങ്ങൾ, ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാണ്. പരാജയത്തിന്റെ ശവക്കുഴികൾ എന്നേക്കുമായി മൂടുന്നവന്റെ മുമ്പിൽ 2 കരം ഉയർത്തി ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക, പ്രാർത്ഥനകൾ സമർപ്പിക്കുക, മാനസാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കട്ടെ, കിടപ്പ് രോഗികൾ പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളുടെ ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, ന്യായമില്ല വിധവയുടെ മകന് പുനർജീവൻ നൽകിയവൻ, യഫാത്ത തുറക്കപ്പെട്ടത് എന്ന് പറഞ്ഞു ബധിരർക്ക് കേൾവി നൽകിയവൻ, അന്ധർക്ക് കാഴ്ച നൽകിയവൻ, യേശുവേ, യേശുവേ, ഈശോയേ, ഈശോയേ, ഈശോ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്റെ കെട്ടുകൾ അഴിക്കണമേ, എന്റെ കുടുംബത്തെ വിടുവിക്കണമേ. യേശുവേ, യേശുവേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല 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 ഹല. യേശുവേ, യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഈശോ, ഹല്ലേലൂയ, 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 യേശുവേ, ഈ സമയത്ത് അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നു യേശുനാമത്തിൽ. കർത്താവ്, ഈ സമയത്ത് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നൽകുന്നു. തളർന്നു കിടക്കുന്ന ഒരു രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ രോഗബാധിതമായ ശരീരത്തിൽ യേശുനാമത്തിൽ കരങ്ങൾ വെച്ച് നിങ്ങൾ സ്വന്തം പ്രാർത്ഥിക്കുക. ഭവനങ്ങളിൽ അടുത്തു നിൽക്കുന്നവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കിടപ്പ് രോഗിയുടെ മേൽ കരങ്ങൾ വെക്കുക, കുടുംബത്തിലെ രോഗിയുടെ മേൽ കരങ്ങൾ വെക്കുക. ഇതാ യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നു, യേശു നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടഭാരങ്ങളുടെ കെട്ടുകൾ അഴിയുന്നു, അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്
കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. യേശുനാമത്തിൽ യേശുവേ, പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്നു. യേശുനാമത്തിൽ 38 മക്കളെ ശുശ്രൂഷയ്ക്കായി പുതിയ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് ഇറക്കുന്നു. യേശുവേ നന്ദി. 4 മക്കളുടെ ഹല്ലേലൂയ. അലർജി രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ സമയത്ത് ആരാധനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ നട്ടല് രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഉദര സംബന്ധമായുള്ള അനേക രോഗികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യൂട്രസ് സംബന്ധമായിട്ട് സർജറിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് തൊട്ട് അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. വീട് പണിയാൻ സാധിക്കാതെ കടബാധ്യതയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് കണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇടിപ്പല്ലിന്റെ ഭാഗത്ത് ശക്തമായ വേദനയും നീർക്കെട്ടുമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ കണ്ണുകളെ കർത്താവ് തുറക്കുന്നു. ആത്മീയ അന്ധത എടുത്തു നീക്കുന്നു. കർത്താവ് വീണ്ടും വെളിപ്പെടുത്തുന്നു. വസ്തു സംബന്ധമായ സ്ഥല വിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കെട്ടുകൾ ഈ രാത്രി കർത്താവ് അത്ഭുതകരമായി അഴിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദമ്പതികളെ ഈ രാത്രിയിൽ കർത്താവ് മുറിവേറ്റ കരം വെച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ ക്ഷുദ്രജീവികളുടെ ശല്യമുള്ള ഒരു ഭവനത്തിൽ നിന്ന് ആ ശക്തിയെ ദൈവം ശാസിച്ച് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം അനുഭവിക്കുന്ന 7ഓളം മക്കളുടെ തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. നമുക്ക് ദിവികാരുണ്യ സന്നിധിയിൽ മുട്ടുമേൽ നിൽക്കാം. പ്രിയമുള്ളവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. കർത്താവേ, നമുക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ലോകം മുഴുവനെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയോട് ഹൃദയപൂർവ്വം ഒന്ന് പറയുക. ഈശോയെ, എത്രയോ ആത്മാക്കൾ നശിച്ചു പോകുന്നു കർത്താവേ. ആത്മാക്കൾ പഴുത്തു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഇല കാറ്റത്ത് കൊഴിഞ്ഞു വീഴുന്ന പോലെ ആത്മാക്കൾ സ്വർഗത്തിൽ നരകത്തിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആത്മാക്കളെ നേടുവാൻ സഭയെ ശക്തിപ്പെടുത്തണമേ. അനേക സുവിശേഷ പ്രഘോഷകരെ കാലഘട്ടത്തിൽ ഉയർത്തണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത അഭിഷേക ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ദിനങ്ങളിൽ ശാലോമിലേക്ക് ധാരാളം മക്കൾ പ്രാർത്ഥനാ സഹായം തേടിവരുന്നുണ്ട്. ഒത്തിരി ലെറ്ററുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി മെയിലുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കുക. ഒരുപക്ഷെ ഇവിടെ പ്രാർത്ഥനയൊന്നും അറിയിക്കാൻ പറ്റാതെ നീ വിഷമിക്കുന്ന വ്യക്തിയാണോ? ഇപ്പോൾ നീ കാണുന്ന ശുശ്രൂഷയിൽ TV സ്ക്രീനിൽ തെളിയുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരെയും നമുക്ക് ഓർക്കാം. എല്ലാ പ്രാർത്ഥന ചോദിച്ച എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കാം. കാര്യങ്ങൾ ഒരിക്കൽ കൂടി ദൈവകാരണ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നീട്ടിപ്പിടിക്കുമ്പോ ലൂക്ക 6:19 വചനം, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. കരങ്ങൾ നീട്ടി വിളിക്കുന്ന യേശുവേ, ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ, ഈശോ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യാബോ കടവിൽ വെച്ച് യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനെ വട്ടമിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങേ വിടുകയില്ല. അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങേ വിടുകയില്ല.
ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ആശീർവാദത്ത് സമയത്ത് നീ ഹൃദയം നുറുങ്ങൊന്ന് പ്രാർത്ഥിക്കണം. ഈശോ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമുണ്ടല്ലോ, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യമുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങളുണ്ടല്ലോ ഈശോയെ, ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുക. നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഈ ആലയം വിട്ടു പോകില്ല കർത്താവേ, ഞാൻ അങ്ങിൽ നകന്നു പോകില്ല കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാത്രയെ
ഭയമൊന്നും വേണ്ടിനിയും. കരങ്ങൾ താഴ്ത്താം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കാരണം എന്താ?